മറ്റൊരു അധ്യയന വർഷത്തിലേക്ക് നാം കാലെടുത്ത് വയ്ക്കുകയാണ്. മുൻകാല ചരിത്രത്തിലൊന്നും കാണാൻ സാധിക്കാത്ത വിധത്തിലുള്ള മുന്നേറ്റമാണ് JEE മെയിൻ നീറ്റ് പരീക്ഷകളിൽ ഈ വർഷം ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിലെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചിരിക്കുന്നത്. അടുത്ത വർഷവും ഇതേ സമയമാകുമ്പോൾ ഒരു പടി കൂടി മുന്നിലേക്ക് കുതിക്കാനാണ് ബ്രില്യൻറ്റ് ഒരുങ്ങുന്നത്. അതിനായി കേരളത്തിൻ്റെ മണ്ണിൽ 8 ഓഫ്ലൈൻ സെൻ്ററുകളാണ് റിപ്പീറ്റേഴ്സ് വിദ്യാർത്ഥികൾക്കായി പാലാ ബ്രില്യൻറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. നമുക്ക് പരിചയപ്പെടാം ആ 8 ഓഫ്ലൈൻ സെൻ്ററുകളെ. എല്ലാ സെൻ്ററുകളിലും സെയിം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിനായി റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ പാലാ ബ്രില്യൻറ്റിൻ്റെ ഫാക്കൽറ്റികൾ എല്ലാ സെൻ്ററുകളിലും ക്ലാസ്സുകൾ നയിക്കുന്നു. അതുകൂടാതെ ബ്രില്യൻറ്റിൻ്റെ എല്ലാ ഫെസിലിറ്റികളും എല്ലാ സെൻ്ററിലും ഉണ്ടെന്നുള്ളതാണ് മറ്റൊരു ആകർഷണീയമായ വസ്തുത. കേരളത്തിലെ ഏത് സെൻ്ററുകളായാലും അതിവിശാലമായ ലൈബ്രറി ഫെസിലിറ്റി, കഫറ്റേറിയ, ക്യാൻറ്റീൻ, കൂൾ ബാർ എന്നിവയെല്ലാം ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിൻ്റെ ഓരോ സെൻ്ററുകളിലും ലഭ്യമാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് യാത്രാക്ലേശം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എല്ലാ സെൻ്ററുകളിലും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ബ്രില്യൻറ്റ് ഒരുക്കിയിരിക്കുന്നു. ഇതുകൂടാതെ ആരോഗ്യ പരിപാലനത്തിനായി ഒരു ഹെൽത്ത് കെയർ ടീമും എല്ലാ സെൻ്ററുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് കേരളത്തിലെമ്പാടുമുള്ള ബ്രില്യൻറ്റിൻ്റെ ഓരോ സെൻ്ററുകളിലെയും ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ആദ്യമായി കണ്ണൂർ സെൻ്റർ. നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്റർ കണ്ണൂർ സ്ഥിതി ചെയ്യുന്നത്. പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, പുതിയ ബസ് സ്റ്റാൻഡിനും റെയിൽവേ സ്റ്റേഷനും വളരെ അടുത്ത് ഈ ആകർഷണീയമായ സെൻ്റർ സ്ഥിതി ചെയ്യുന്നു. JEE മെയിൻ നീറ്റ് റിപ്പീറ്റേഴ്സ് ബാച്ചുകൾ ഈ സെൻ്ററിൽ ലഭ്യമാണ്. 600 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യമാണ് ഈ സെൻ്ററിൽ ലഭ്യമായിട്ടുള്ളത്. എല്ലാ ക്ലാസ് റൂമുകളും എയർ കണ്ടീഷൻഡാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്ലാസ്സുകളുമാണ്. അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ താമസിപ്പിക്കുന്നതിനായി ബ്രില്യൻറ്റിൻ്റെ കൺട്രോൾഡ് ഹോസ്റ്റലുകളാണ് കണ്ണൂർ സെൻ്ററുകളുള്ളത്. ആൺകുട്ടികൾക്കായി 2 ഹോസ്റ്റലുകളും പെൺകുട്ടികൾക്കായി 3 ഹോസ്റ്റലുകളും ക്രമീകരിച്ചിരിക്കുന്നു. അടുത്തതായി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ ബ്രില്യൻറ്റിൻ്റെ കോഴിക്കോട് സെൻ്റർ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്ത് ദേവഗിരി കോളേജിൻ്റെ ക്യാമ്പസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2000 വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള സംവിധാനങ്ങളാണ് ബ്രില്യൻറ്റ് കോഴിക്കോട് സെൻ്ററിൽ ഒരുക്കിയിരിക്കുന്നത്. സ്മാർട്ട് ക്ലാസ്സുകൾ, AC നോൺ AC ക്ലാസ് റൂമുകൾ, അത്യാധുനിക ഫെസിലിറ്റിയുള്ള ലൈബ്രറികൾ, റഫറൻസ് റൂമുകൾ, കഫറ്റേറിയ, ക്യാൻറ്റീൻ, അതുപോലെ തന്നെ ബോയ്സ് ഹോസ്റ്റലുകൾ, ഗേൾസ് ഹോസ്റ്റലുകൾ, ആ ഹോസ്റ്റലുകളിൽ നിന്ന് കുട്ടികൾക്ക് ക്യാമ്പസിലേക്ക് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, ഹെൽത്ത് കെയർ ടീമിൻ്റെ സേവനം എന്നിവ ഈ സെൻ്ററിൽ ലഭ്യമാണ്. ബ്രില്യൻറ്റ് നടത്തുന്ന റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലെ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് ആൻഡ് നീറ്റ് ബാച്ചുകൾ ഈ സെൻ്ററിൽ ലഭ്യമാണ്. ക്യാമ്പസിൽ നിന്നും 4 കിലോമീറ്റർ ചുറ്റളവിലാണ് ഹോസ്റ്റലുകൾ സജ്ജീകരിച്ചിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് താമസിക്കുന്നതിനായി 9 ഗേൾസ് ഹോസ്റ്റലുകളും ആൺകുട്ടികൾക്ക് താമസിക്കുന്നതിനായി 4 ബോയ്സ് ഹോസ്റ്റലുകളുമാണ് ഈ സെൻ്ററിൽ ബ്രില്യൻറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ഹോസ്റ്റലും വൈഫൈ സംവിധാനത്തോടു കൂടിയ കൺട്രോൾഡ് ഹോസ്റ്റലുകളാണ്. മൂന്നാമതായി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്റർ കോട്ടക്കൽ. കോട്ടക്കൽ സെൻ്ററിലെ പ്രത്യേകതകളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. കോട്ടക്കൽ തിരൂർ റോഡിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ ഗവൺമെൻറ് വനിതാ പോളിടെക്നിക്കിന് വളരെ അടുത്താണ് ഈ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത്. 600 വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളാണ് ബ്രില്യൻറ്റ് കോട്ടക്കലിൽ ക്രമീകരിച്ചിരിക്കുന്നത്. സ്മാർട്ട് ആൻഡ് എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂമുകൾ ഈ സെൻ്ററിൻ്റെയും പ്രത്യേകതയാണ്. നീറ്റ് JEE മെയിൻ വിദ്യാർത്ഥികൾക്ക് ഈ സെൻ്ററിൽ അഡ്മിഷൻ നൽകി വരുന്നു. ഡേ സ്കോളേഴ്സിനായി കോട്ടക്കൽ ടൗണിൽ നിന്നും ക്യാമ്പസിലേക്കും ക്ലാസ്സുകൾ തീർന്ന ശേഷം ക്യാമ്പസിൽ നിന്ന് കോട്ടക്കൽ ടൗണിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ബ്രില്യൻറ്റ് ക്രമീകരിച്ചിരിക്കുന്നു. പെൺകുട്ടികൾക്കായി 3 ഹോസ്റ്റലുകളാണ് ബ്രില്യൻറ്റ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഗേൾസ് ഹോസ്റ്റൽ ക്യാമ്പസിനുള്ളിൽ തന്നെയാണ്. ആ ഹോസ്റ്റലിലെ റൂമുകളെല്ലാം എയർ കണ്ടീഷൻഡാണ്. അതുകൂടാതെ 2 ഗേൾസ് ഹോസ്റ്റലുകൾ ക്യാമ്പസിന് വളരെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. ആൺകുട്ടികൾക്കായി ക്യാമ്പസിനോട് ചേർന്ന് തന്നെ 2 ഹോസ്റ്റലുകളും ബ്രില്യൻറ്റ് ക്രമീകരിച്ചിരിക്കുന്നു. ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിൻ്റെ എല്ലാ സംവിധാനങ്ങളും കോട്ടക്കൽ സെൻ്ററിലും ലഭ്യമാണ്. ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, അത്യാധുനിക ലൈബ്രറി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, AC ക്ലാസ് റൂമുകൾ, ക്യാൻറ്റീൻ, കഫറ്റേറിയ, ഹെൽത്ത് കെയർ ടീം എന്നിവ ഈ സെൻ്ററിലും പ്രവർത്തിച്ചു വരുന്നു. നാലാമതായി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിലുള്ള ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്റർ. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന് സമീപമുള്ള യോഹന്നാൻ മാംദാന പള്ളിക്ക് സമീപമുള്ള കാൽദിയൻ സെൻ്ററിലാണ് പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിൻ്റെ തൃശ്ശൂർ സെൻ്റർ സ്ഥിതി ചെയ്യുന്നത്. 1500 കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യമാണ് ബ്രില്യൻറ്റ് തൃശ്ശൂർ സെൻ്ററിൽ ക്രമീകരിച്ചിരിക്കുന്നത്. മറ്റെല്ലാ സെൻ്ററിലെയും പോലെ അത്യാധുനിക ബുക്കുകൾ അടങ്ങിയ ലൈബ്രറി, ക്യാൻറ്റീൻ, കഫറ്റേറിയ, ഹെൽത്ത് കെയർ ടീം എന്നിവ ഈ സെൻ്ററിലും പ്രവർത്തിച്ചു വരുന്നു. നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ് ബാച്ചുകളിലേക്കായി 1500 വിദ്യാർത്ഥികൾക്കുള്ള പഠന സൗകര്യമാണ് തൃശ്ശൂർ സെൻ്ററിൽ ബ്രില്യൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ കുട്ടികൾക്ക് താമസിക്കാനായി അത്യാധുനിക ഫെസിലിറ്റികളുള്ള ഹോസ്റ്റലുകൾ, ആൺകുട്ടികൾക്ക് താമസിക്കാനായി 3 ഹോസ്റ്റലുകളും പെൺകുട്ടികൾക്ക് താമസിക്കാനായി 9 ഹോസ്റ്റലുകളുമാണ് ബ്രില്യൻറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ ഹോസ്റ്റലുകളും ബ്രില്യൻറ്റ് കൺട്രോൾഡ് ഹോസ്റ്റലുകളാണ്.
ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലേക്കും ക്യാമ്പസിൽ നിന്ന് ഹോസ്റ്റലുകളിലേക്കും കുട്ടികൾക്കായി ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ബ്രില്യൻ്റ് ഒരുക്കിയിരിക്കുന്നു. അഞ്ചാമതായി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയുടെ തീരത്തെ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ എറണാകുളം സെൻറ്റർ. തേവര SH കോളേജിന് സമീപവും സെൻറ്റ് ജൂഡ് ഷ്രൈനിന് തൊട്ടടുത്തുമാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ എറണാകുളം സ്ഥിതി ചെയ്യുന്നത്. മറ്റെല്ലാ സെൻറ്ററുകളിലും ഉള്ളതുപോലെ AC ആൻഡ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഈ സെൻറ്ററിൻ്റെയും പ്രത്യേകതയാണ്. എൻട്രൻസ് മേഖലയിലെ എല്ലാ ബുക്കുകളും അടങ്ങിയ ആധുനിക ലൈബ്രറി, ക്യാൻറ്റീൻ, കഫറ്റേറിയ, ഹെൽത്ത് കെയർ ടീം എന്നിവ ഈ സെൻറ്ററിലും പ്രവർത്തിച്ചു വരുന്നു. റിപ്പീറ്റേഴ്സിനായി നീറ്റ്, JEE മെയിൻ, JEE അഡ്വാൻസ് കോഴ്സുകൾ ഈ സെൻറ്ററിൽ പ്രവർത്തിക്കുന്നു. 1200 വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനുള്ള സംവിധാനമാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ എറണാകുളത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആൺകുട്ടികൾക്കായി 3 കൺട്രോൾഡ് ഹോസ്റ്റലുകൾ, പെൺകുട്ടികൾക്കായി 5 കൺട്രോൾഡ് ഹോസ്റ്റലുകൾ എന്നിവയും ഈ സെൻറ്ററിൻ്റെ പ്രത്യേകതയാണ്. ഹോസ്റ്റലുകളിൽ നിന്ന് ക്യാമ്പസിലേക്കും ക്യാമ്പസിൽ നിന്ന് ഹോസ്റ്റലുകളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ബ്രില്യൻ്റ് ക്രമീകരിച്ചിരിക്കുന്നു. ആറാമതായി ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ സൗത്ത് ഇന്ത്യയുടെ എൻട്രൻസ് ഹബ്ബ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ പാല. കോട്ടയം ജില്ലയിലെ പാല സെൻറ്റ് തോമസ് കോളേജിൻ്റെയും അൽഫോൻസ കോളേജിൻ്റെയും ഇടയിലുള്ള ഒരു കുഞ്ഞു സ്ഥാപനമായി തുടങ്ങിയ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ ഇന്ന് 15 ഏക്കറോളം വിസ്തൃതിയിൽ പടർന്ന് പന്തലിച്ച് പാലായിൽ സ്ഥിതി ചെയ്യുന്നു. 3 ക്യാമ്പസുകളായാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ പാലായിൽ പടർന്ന് പന്തലിച്ച് നിൽക്കുക. ഒന്നാമതായി അരുണാപുരം ക്യാമ്പസ്. ബാക്കി 2 ക്യാമ്പസുകൾ സ്ഥിതി ചെയ്യുന്നത് മുത്തോലി ജംഗ്ഷനിൽ നിന്നും കൊടുങ്ങൂർ പോകുന്ന റൂട്ടിൽ ജംഗ്ഷനിൽ നിന്നും 200 മീറ്റർ അകലെയായി A ബ്ലോക്ക്, B ബ്ലോക്ക്, C ബ്ലോക്ക് എന്നിവ ഒന്നാമതായിട്ടും അവിടെ നിന്ന് 100 മീറ്റർ മാറി മൂന്നാമത്തെ ബ്രില്യൻ്റിൻ്റെ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഡയമണ്ട് ബ്ലോക്കാണ്. 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ അതിബൃഹത്തായ കെട്ടിട സമുച്ചയം. അതോടൊപ്പം തന്നെ ഏറ്റവും പുതുതായി പണിതീർന്ന ഈ ബ്ലോക്ക്. എല്ലാ ക്യാമ്പസിലും അത്യാധുനിക സൗകര്യമുള്ള ഡിജിറ്റലൈസേഷൻ നടത്തിയ ലൈബ്രറി ഫെസിലിറ്റി. എല്ലാ വിദ്യാർത്ഥികൾക്കും ലൈബ്രറി ബുക്സുകൾ ഇവിടുന്ന് എടുക്കാം. അതുപോലെ തന്നെ റഫറൻസ് സംവിധാനങ്ങൾ. ബ്രില്യൻ്റ് ക്യാമ്പസിൻ്റെ മറ്റൊരു പ്രത്യേകത 2000 വിദ്യാർത്ഥികൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവുന്ന അത്യാധുനിക സംവിധാനങ്ങളുള്ള ക്യാൻറ്റീനാണ്. വളരെ രുചികരമായ ഭക്ഷണമാണ് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലും ഈ ക്യാൻറ്റീനിൽ ലഭിക്കുക. അതോടൊപ്പം തന്നെ ക്യാമ്പസിൽ അങ്ങോളം ഇങ്ങോളമായി ജ്യൂസ് പാർലറുകൾ, സ്നാക്സ് ബാറുകൾ, കഫറ്റേറിയകൾ ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നു. പാലായിലെ ബേക്കറി വ്യവസായ രംഗത്തെ പ്രമുഖരായ പാലാ ബേക്കേഴ്സിൻ്റെ ഒരു യൂണിറ്റും ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ക്യാമ്പസിലും കുട്ടികൾക്ക് സൗകര്യപൂർവ്വം ഇരുന്ന് പഠിക്കുന്നതിനായിട്ടുള്ള റഫറൻസ് ലൈബ്രറികൾ, റഫറൻസ് റൂമുകൾ എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു. AC ക്ലാസ് റൂമുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ. എന്തുകൊണ്ടും ഒരു വിദ്യാർത്ഥിക്ക് പഠനത്തിൻ്റെ ഏറ്റവും നൂതന ആശയങ്ങൾ വിരൽത്തുമ്പിൽ കിട്ടുന്നതിനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലായിടത്തെയും പോലെയും ഇവിടെയും ബ്രില്യൻ്റ് ഒരുക്കിയിരിക്കുന്നു. ആരോഗ്യരംഗത്ത് ഈ കുട്ടികൾക്ക് മികച്ച പരിചരണം ലഭിക്കാനായിട്ട് സദാ സജ്ജരായിരിക്കുന്ന ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ഒരു ടീം തന്നെ മുത്തോലിയിലെ സെൻറ്ററുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽത്ത് കെയർ സംവിധാനം ഏറ്റവും മികച്ചതാണ് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ നൽകുന്നത്. നീറ്റ് മെഡിക്കൽ ബാച്ചുകൾ, JEE മെയിൻ ബാച്ചുകൾ, JEE അഡ്വാൻസ് ബാച്ചുകൾ ഇങ്ങനെ 3 കാറ്റഗറിയിലുള്ള റിപ്പീറ്റേഴ്സ് ബാച്ചിനാണ് ബ്രില്യൻ്റ് ഇവിടെ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നീറ്റ് ബാച്ചിലെ കുട്ടികൾക്ക് താമസിക്കാനായും JEE മെയിൻ ബാച്ചുകളിലെ കുട്ടികൾക്ക് താമസിക്കുന്നതിനായും JEE അഡ്വാൻസ് ബാച്ചുകളിലെ കുട്ടികൾക്ക് താമസിക്കുന്നതിനായിട്ടും വെവ്വേറെ ഹോസ്റ്റലുകളാണ് ബ്രില്യൻ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ബ്രില്യൻ്റിൻ്റെ ടാസ്ക് ഫോഴ്സുകളായിട്ടുള്ള ഡയറക്ടേഴ്സ്, കോർഡിനേറ്റേഴ്സ് എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇവിടെ പാലായിൽ കൺട്രോൾഡ് ഹോസ്റ്റൽ മാത്രമല്ല സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലുകളും പ്രവർത്തിക്കുന്നുണ്ട്. കോർഡിനേറ്റേഴ്സിൻ്റെയും സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൻ്റെ ഇൻചാർജുമാരുടെയും നേതൃത്വത്തിൽ ഓരോ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലുകളിലും വിസിറ്റ് നടത്താറുണ്ട്, മീറ്റിങ്ങുകൾ നടത്താറുണ്ട്. മെഡിക്കൽ ബാച്ചിലെ വിദ്യാർത്ഥികൾക്കായി 21 ബോയ്സ് ഹോസ്റ്റലുകളാണ് കൺട്രോൾഡ് ഹോസ്റ്റലായിട്ടുള്ളത്. അതുപോലെ തന്നെ ഗേൾസിൻ്റെ 45ഓളം കൺട്രോൾഡ് ഹോസ്റ്റലുകൾ. ഇതുകൂടാതെ ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ പുതിയ ക്യാമ്പസ് പന്തത്തലയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മെയ് മാസ അവസാനത്തോടുകൂടെ പ്രവർത്തനം ആരംഭിക്കുന്ന ബോയ്സിന് 500 കുട്ടികൾക്ക് താമസിക്കാവുന്നതും ഗേൾസിനും 500 കുട്ടികൾക്ക് താമസിക്കാവുന്ന 2 കൂറ്റൻ ഹോസ്റ്റലുകളാണ് ഈ അധ്യയന വർഷം ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ വിദ്യാർത്ഥികൾക്കായിട്ട് സമർപ്പിക്കാനിരിക്കുന്നത്. ഇനി ആൺകുട്ടികൾക്കായി 40ഓളം സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലുകളുണ്ട്. പെൺകുട്ടികൾക്കായി 105ഓളം സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലുകളും. ഇത് മെഡിക്കൽ ബാച്ചിൻ്റെ മാത്രം കാര്യമാണ്. JEE മെയിൻ ബാച്ചുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്റർ ഹോസ്റ്റലുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ആൺകുട്ടികൾക്ക് 7 കൺട്രോൾഡ് ഹോസ്റ്റലുകളും പെൺകുട്ടികൾക്ക് 5 കൺട്രോൾഡ് ഹോസ്റ്റലുകളുമാണ്. ഇതുകൂടാതെ ആൺകുട്ടികൾക്കായി 23 സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലുകളും പെൺകുട്ടികൾക്കായി 10 സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലുകളും ബ്രില്യൻ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. JEE അഡ്വാൻസ്ഡ് ബാച്ചിൽ ചേർന്ന് ബ്രില്യൻ്റിൽ നിന്നും ഉന്നത വിജയം കരസ്ഥമാക്കാനായിട്ട് എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ബ്രില്യൻ്റ് 5 ബോയ്സ് ഹോസ്റ്റലുകളും 4 ഗേൾസ് ഹോസ്റ്റലുകളുമാണ് കരുതിയിരിക്കുന്നത്.
അങ്ങനെ പാലായിൽ മാത്രമായി 35ഓളം കൺട്രോൾഡ് ബോയ്സ് ഹോസ്റ്റലുകളും 46ഓളം കൺട്രോൾഡ് ഗേൾസ് ഹോസ്റ്റലുകളും പ്രവർത്തിക്കുന്നു. സൂപ്പർവൈസ്ഡ് മേഖലയിൽ ആൺകുട്ടികൾക്കായി 60-ൽ പരം ഹോസ്റ്റലുകളും പെൺകുട്ടികൾക്കായി 115ഓളം ഹോസ്റ്റലുകളും പ്രവർത്തിക്കുന്നു. ഇത്രയധികം കുട്ടികൾ നിൽക്കുന്ന ഹോസ്റ്റലുകളിൽ നിന്നും വാർഡന്മാരോടൊപ്പം ആ കുട്ടികൾക്ക് ക്യാമ്പസിലേക്ക് വരുന്നതിനും ക്യാമ്പസിൽ നിന്ന് തിരികെ ഹോസ്റ്റലിലേക്ക് പോകുന്നതിനും 100 കണക്കിന് വാഹനങ്ങളാണ് സ്വന്തമായിട്ട് ബ്രില്യൻറ്റിനുള്ളത്. ആ വാഹനങ്ങളിലാണ് രാവിലെ ക്യാമ്പസിലേക്ക് എത്തുന്നതും തിരികെ അവർ ഹോസ്റ്റലിലേക്ക് എത്തുന്നതും. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ സെൻറ്ററുകളിലൂടെയുള്ള യാത്ര 7ാമതായി എത്തിച്ചേരുന്നത് കൊല്ലം സെൻറ്ററിലേക്കാണ്. കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ പള്ളിമുക്ക് എന്ന സ്ഥലത്ത് യൂനൂസ് കുഞ്ഞ് കോളേജിന് സമീപമായാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ കൊല്ലം പ്രവർത്തിക്കുന്നത്. 1200ഓളം വിദ്യാർത്ഥികൾക്കാണ് ഇവിടെ പ്രവേശന സൗകര്യമുള്ളത്. എയർ കണ്ടീഷൻഡ് ആൻഡ് സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ലൈബ്രറി, കഫറ്റേറിയ എന്നിവ ഈ സെൻറ്ററിലും പ്രവർത്തിക്കുന്നു. കുട്ടികൾക്ക് പഠനത്തിനായിട്ട് റഫറൻസ് റൂമുകളുണ്ട്. ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്കും ബ്രില്യൻറ്റിൻ്റെ കൺട്രോൾഡ് ഹോസ്റ്റലുകളാണ് ലഭിക്കുക. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി 6 ഹോസ്റ്റലുകളാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 3 ക്യാമ്പസിന് വളരെ അടുത്താണ്. ആ ഹോസ്റ്റലിൽ നിന്ന് വോക്കബിൾ ഡിസ്റ്റൻസ് ആണുള്ളത്. കുട്ടികൾക്ക് നടന്ന് ക്യാമ്പസിലേക്ക് വരാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റ് 3 ഹോസ്റ്റലുകളിൽ നിന്നും ബ്രില്യൻറ്റിലേക്ക് കൃത്യമായിട്ട് വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിരിക്കുന്നു. 8ാമതായി നമ്മൾ എത്തിച്ചേരുന്നത് അനന്തപത്മനാഭൻ്റെ നാട്ടിൽ, കേരളീയരുടെ തലസ്ഥാന നഗരി തിരുവനന്തപുരം. അവിടെ നാലാഞ്ചിറ എന്ന സ്ഥലത്ത് മാറി വാനിയോസ് എഡ്യൂക്കേഷണൽ ക്യാമ്പസിലാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ക്യാമ്പസ് പ്രവർത്തിക്കുന്നത്. ആ ക്യാമ്പസിലെമ്പാടുമായി ധാരാളം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിക്കുന്നു. മെയിൻ ഗേറ്റ് കടന്ന് ലെഫ്റ്റ് സൈഡിലുള്ള ആദ്യ ബിൽഡിങ്ങിനാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ തിരുവനന്തപുരം സെൻറ്റർ റൺ ചെയ്യുന്നത്. അതിവിശാലമായ ഈ ക്യാമ്പസിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ല പഠനാന്തരീക്ഷം ലഭിക്കുന്നതിനായി സ്മാർട്ട് ക്ലാസ് റൂമുകൾ, എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂമുകളൊക്കെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. നീറ്റ്, ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ് കോഴ്സുകളിലായിട്ട് 2000 വിദ്യാർത്ഥികൾക്കുള്ള പഠന സൗകര്യമാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ തിരുവനന്തപുരം ക്യാമ്പസിൽ ഒരുക്കിയിരിക്കുന്നത്. ഇനി ഈ ക്യാമ്പസിൻ്റെ ഫെസിലിറ്റികൾ നോക്കാം. എല്ലാ സെൻറ്ററുകളിലും ഉള്ളതുപോലെ തന്നെ സ്മാർട്ട് ആൻഡ് AC ക്ലാസ് റൂമുകൾ, കഫറ്റേറിയ, അതുപോലെ ഡിജിറ്റൽ ലൈബ്രറി, ആധുനിക ലൈബ്രറി സംവിധാനങ്ങൾ എല്ലാം ഈ സെൻറ്ററിലും പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ പഠനത്തിനായി എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്കായി കൺട്രോൾഡ് ഹോസ്റ്റലുകളാണ് ബ്രില്യൻറ്റ് തിരുവനന്തപുരത്ത് ഒരുക്കിയിരിക്കുന്നത്. ക്യാമ്പസിനോടടുത്ത് തന്നെയായി 10ഓളം ഹോസ്റ്റലുകളാണ് പ്രവർത്തിക്കുന്നത്. 5 ഹോസ്റ്റലുകൾ ബോയ്സിനും 5 ഹോസ്റ്റലുകൾ ഗേൾസിനും. ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലേക്കും ക്യാമ്പസിൽ നിന്ന് തിരികെ ഹോസ്റ്റലുകളിലേക്കും കുട്ടികൾക്കായിട്ട് ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ കേരളത്തിലെമ്പാടുമുള്ള 8 സെൻറ്ററുകളാണ് പരിചയപ്പെട്ടത്. അവിടുത്തെ ഫെസിലിറ്റികളാണ് പരിചയപ്പെട്ടത്. ഇവയിലെല്ലാം കോമൺ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതൊരിക്കൽ കൂടി പറയാം. 1, കോമൺ എഡ്യൂക്കേഷണൽ സിസ്റ്റം. ബ്രില്യൻറ്റിൻ്റെ ഏത് സെൻറ്ററിലായാലും ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഫാക്കൽറ്റീസ് നയിക്കുന്ന ക്ലാസ്സുകൾ ബ്രില്യൻറ്റിലെ എല്ലാ സെൻറ്ററുകളിലും ലഭ്യമാണ്. 2, ബ്രില്യൻറ്റിൻ്റെ മാത്രം പ്രത്യേകതയായ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ. ആധുനിക സംവിധാനങ്ങളായ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി, AI ക്ലാസ്സുകളാണ് ബ്രില്യൻറ്റ് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ആനിമേഷൻസും കുട്ടികളുടെ മുന്നിലേക്ക് അധ്യാപകർ ഒരു സ്മാർട്ട് ബോർഡിലൂടെ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് പഠനാന്തരീക്ഷം കൂടുതൽ സുഗമമാകുന്നു. 3, നീറ്റ് ആൻഡ് ക്ലീൻ ഹോസ്റ്റലുകൾ. ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളുള്ള AC, non-AC റൂമുകളുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ മാത്രം പ്രത്യേകത. ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലുകളെക്കുറിച്ച് പറയുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ ഹോസ്റ്റലുകൾ അത് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലായാലും കൺട്രോൾഡ് ഹോസ്റ്റലായാലും എല്ലാ കുട്ടികൾക്കും സമ്പൂർണ്ണ വൈഫൈ ലഭിക്കുന്നതിനായിട്ട് ഉള്ള ക്രമീകരണങ്ങൾ ബ്രില്യൻറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് കുട്ടികൾക്ക് ലഭിക്കുന്ന ടാബിൽ, ലേണിംഗ് ആപ്പ് ഫെസിലിറ്റി, ഡയറക്ടേഴ്സ് നടത്തുന്ന മീറ്റിങ്ങുകൾ ഇവ ലഭ്യമാകുന്നതിന് വേണ്ടി എല്ലാ ഹോസ്റ്റലുകളിലും വൈഫൈ സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 4, ബ്രില്യൻറ്റിൻ്റെ സ്വന്തമായ ഫുഡ് മെനു. ബ്രില്യൻറ്റിൻ്റെ ഏത് സെൻറ്ററുകളായാലും ബ്രില്യൻറ്റിന് നിശ്ചയിച്ചിരിക്കുന്ന ഒരു ഫുഡ് മെനുവാണ് കുട്ടികൾക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ലഭിക്കുക. കൃത്യതയായ ക്രമീകരണമാണ് ഫുഡിൻ്റെ കാര്യത്തിൽ ബ്രില്യൻറ്റ് നടത്തിയിരിക്കുന്നത്. ഹെൽത്ത് എക്സ്പേർട്സ് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഫുഡ് മെനു ഓരോ ഹോസ്റ്റലിലേക്കും ഞങ്ങൾ നൽകിയിരിക്കുന്നത്. 5ാമതായിട്ട് ബ്രില്യൻറ്റിൻ്റെ മാത്രം മെൻറ്റർ സംവിധാനങ്ങൾ. ഓരോ കുട്ടിയെയും ഇൻഡിവിജ്വലായി അറിയുക എന്ന നിലയിൽ, ഓരോ പേരൻസിനെയും അടുത്തറിയുക എന്ന നിലയിൽ ബ്രില്യൻറ്റ് അവർക്കായി ഒരുക്കിയിരിക്കുന്നത്. ഓരോ ക്ലാസ്സിനും ഓരോ മെൻറ്റർ സംവിധാനങ്ങളുണ്ട്. മെൻറ്ററാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ കുട്ടികൾക്ക് എല്ലാം. ബ്രില്യൻറ്റിൻ്റെ ക്ലാസ്സുകൾ കൃത്യമായി ടൈം ടേബിളിലൂടെ തലേദിവസം തന്നെ പറഞ്ഞു വിടുന്നു. ക്ലാസ്സുകൾ വരുമ്പോൾ കുട്ടികളോട് സംസാരിക്കുന്നു. അവരുടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുന്നു. അവർക്ക് വിഷമമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുന്നു. മെൻറ്ററിൻ്റെ സപ്പോർട്ട് കുട്ടികൾക്ക് വളരെ താങ്ങും തണലുമാണ്. സ്വന്തം ജ്യേഷ്ഠനെ പോലെ ജ്യേഷ്ഠത്തിയെ പോലെ പ്രവർത്തിക്കുന്ന മെൻറ്റേഴ്സ് ബ്രില്യൻറ്റിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ്. ബ്രില്യൻറ്റിൻ്റെ ഏത് കോഴ്സ് നടന്നാലും അതിനൊരു കോർഡിനേറ്റർ കാണും. ഓരോ സെൻറ്ററിലും ഓരോ കോർഡിനേറ്റേഴ്സ്. ആ കോർഡിനേറ്റേഴ്സിനോടൊപ്പം ഓരോ സെൻറ്ററിലും ബ്രില്യൻറ്റിൻ്റെ ഡയറക്ടർമാർ നേരിട്ടെത്തുമ്പോൾ അതൊരു ഇരട്ടി ശക്തിയാവുകയാണ് കുട്ടികൾക്ക്.
കഴിഞ്ഞ 40 വർഷങ്ങളായി കേരളത്തിൻ്റെ എൻട്രൻസ് രംഗത്തെ വിപ്ലവം സൃഷ്ടിച്ച ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഡയറക്ടർമാരും കോർഡിനേറ്റേഴ്സും മെൻറ്റേഴ്സും കൂടിച്ചേരുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത് വേറെ ലെവൽ പഠനാന്തരീക്ഷമാണ്. ആറാമതായിട്ട് എടുത്തു പറയട്ടെ, ലക്ഷക്കണക്കിന് ബുക്കുകളുള്ള ലൈബ്രറി ഫെസിലിറ്റി. ഏത് സെൻറ്ററിലാണെങ്കിലും കുട്ടികൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി എല്ലാ വിഷയങ്ങളിലും ഇന്ത്യയിലെ നമ്പർ 1 ബുക്സുകൾ, ലോകോത്തര നിലവാരങ്ങളിലുള്ള ഇൻ്റർനാഷണൽ ബുക്സിൻ്റെ റെഫറൻസ് ലൈബ്രറി, ഈ സംവിധാനങ്ങളെല്ലാം കുട്ടികൾക്ക് പഠനാന്തരീക്ഷം കൂടുതൽ സിമ്പിളാക്കുന്നു. ഏഴാമതായി ഹെൽത്ത് കെയർ ടീം. ഏത് മനുഷ്യനും അസുഖങ്ങൾ വരാം, ചെറിയ ക്ഷീണങ്ങൾ വരാം. അപ്പോൾ താങ്ങായിട്ട് തണലായിട്ട് ബ്രില്യൻറ്റിൻ്റെ ഹെൽത്ത് കെയർ ടീം 24 മണിക്കൂറും അവൈലബിളാണ്. JEE മെയിൻ, JEE അഡ്വാൻസ് വിദ്യാർത്ഥികൾക്ക് എക്സാമുകൾ നടക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. അതിനായിട്ട് ആയിരക്കണക്കിന് കമ്പ്യൂട്ടറുകളാണ് ഓരോ സെൻറ്ററുകളിലും ബ്രില്യൻറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. അവരുടെ എക്സാം ഏത് മോഡലാണോ, പെൻ ആൻഡ് പേപ്പർ മോഡലുള്ളവർക്ക് പെൻ ആൻഡ് പേപ്പർ മോഡൽ നീറ്റ് എക്സാം നടത്തുമ്പോൾ JEE മെയിൻ, JEE അഡ്വാൻസ് വിദ്യാർത്ഥികൾക്ക് കമ്പ്യൂട്ടറിൽ എക്സാം എഴുതി പരീക്ഷിക്കേണ്ടതുണ്ട്. അതിനുള്ള സംവിധാനങ്ങളും എല്ലാ സെൻറ്ററുകളിലും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ നൽകിയിട്ടുണ്ട്. 9ാമതായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി. ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസുകളിലേക്കും ക്യാമ്പസിൽ നിന്ന് ഹോസ്റ്റലുകളിലേക്കും ഏത് കുട്ടിക്കും ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ ബ്രില്യൻറ്റിൻ്റെ അത്യാധുനിക സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഇത്രയും നേരം നാം ബ്രില്യൻറ്റിൻ്റെ കേരളത്തിലെമ്പാടുമുള്ള 8 സെൻറ്ററുകളെക്കുറിച്ചും അവിടെയുള്ള ഫെസിലിറ്റിയെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത അധ്യയന വർഷത്തേക്കായി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ എല്ലാ സെൻറ്ററുകളിലും അഡ്മിഷൻ നടക്കുകയാണ്. www.brilliantpala.org എന്ന സൈറ്റിൽ കയറി കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. ഉയർന്ന മാർക്കുള്ളവർക്ക് ഉയർന്ന സ്കോളർഷിപ്പോടെ ബ്രില്യൻറ്റിൽ ചേർത്ത് പഠിക്കാം. വിവിധ സ്കോളർഷിപ്പ് സ്കീമുകൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം 0482220610. കഴിഞ്ഞ 40 വർഷമായിട്ട് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ചരിത്രം സൃഷ്ടിച്ച് ഓരോ വർഷവും സ്വന്തം ചരിത്രം തിരുത്തി മുന്നേറുന്ന ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലേക്ക് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ, ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത വർഷം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പഠിച്ച് കൈകോർക്കാം. ഇത്രയും നേരം നമ്മൾ കേട്ടും കണ്ടുമായി ബ്രില്യൻറ്റിൻ്റെ ഓരോ സെൻറ്ററുകളെയും കുറിച്ച് അറിഞ്ഞു. കേട്ടറിവിനേക്കാൾ വലുതാണ് ബ്രില്യൻറ്റ് എന്ന സത്യം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.